അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും. പിന്നെ ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLA-മാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാര് പോലെ MP-മാര്, UDF-ന്റെ 42 MLA-മാര്, അവരുടെ MP-മാര്, അവരുടെ സംവിധാനം. കോടികൾ ഇങ്ങനെ പൊടിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ ചേലക്കര ഒരു ബൂത്തിൽ 4-5 ലക്ഷം ചെലവാക്കിയിരുന്നു. മരുമോന്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത്, ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തുനിന്ന്. ഇപ്പൊ തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും. അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ വേറൊരു സംഘടന വരും. ഇവരങ്ങോട്ട് ഇടിച്ച് തമർത്തി പോവല്ലേ. ഒരു 3 ലക്ഷം മിനിമം ഒരു ബൂത്തില് ചെലവാക്കണമെങ്കിൽ കോടി എത്ര വേണം? കോടികൾ വേണം. അവർ 10 ലക്ഷം ചെലവാക്കണം. ഇപ്പൊ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ 2000 കോടി പറഞ്ഞിട്ടാണല്ലോ ഇതിങ്ങനെ ഇടിഞ്ഞു വീണത്. തിരിഞ്ഞു നോക്കാതെ. അത് അടിയിൽ കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. ഒരു പ്രശ്നവുമില്ല. ഒറ്റ ദിവസം പ്രതിപക്ഷം ഇങ്ങനെ വന്നിട്ടോ ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ. പിന്നെ ആരെയും കാണുന്നില്ല. ജനങ്ങളോ ഈ പറയുന്ന എന്താ പറയാ, കാസർഗോഡും കണ്ണൂരും ഒക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ. കാരണം പണ്ട് പോയിന്ന റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിന്റെ മേലെ കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോലെ അതിന് നല്ലത് മല കയറി ആളുകൾ നടക്കുന്നു പോലും ഇല്ല. വല്ല പ്രശ്നമുണ്ടോ? കോടികൾക്ക് എന്റെ കയ്യിൽ ഒരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനവരപ്പം കൂടിയേറ്റങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV-യിൽ വരുമ്പോ ഞാൻ ഇങ്ങനെ ചിരിക്കും. പടച്ചോനെ എന്താ ഇതിന്റെ കഥ? മനസ്സിലായോ? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത്. ഇപ്പൊ എത്ര കേസ് അറിയോ? റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ, 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കിലാ. നാളെ രാവിലെ ജപ്തി വരുമോ എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം. PV അൻവറിനെ തകർക്കാം. എങ്ങനെയാ തകർന്നത്? ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നടത്തിയ പോരാട്ടം അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ IPS ലോബി, ഇവിടുത്തെ IAS ലോബി, ഇവിടുത്തെ IFS ലോബി, ഇവിടുത്തെ RSS, കേന്ദ്ര ഗവൺമെന്റ്, LDF-ലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകള്, ഈ പറയുന്ന സംഘം, ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി ഇന്ന് ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായിടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ടും കൊണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. അത് കോടികൾ PV അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാ, പഴയതല്ല. അപ്പൊ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും സാധനം കൊടുക്കാലോ, കൊടുത്തൂടെ? ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യ ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരടി പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല. ആ പൈസ ഉണ്ടെങ്കിലേ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കാം. ഏതായാലും ആകെ കടാ. അപ്പൊ ഈ രാവിലെ ഈ വാതിൽ തുറക്കാൻ പേടി. എനിക്കറിയാങ്ങള് മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ PV അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. ഞങ്ങള് ഇവരുണ്ടാക്കിയ കേസ്, ഒരു മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത? പടച്ചോന്നറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പൊ ഞാൻ ഈ ജനങ്ങളോട് ഇപ്പൊ എന്താ പറഞ്ഞ, അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നതാണ്. ഞാൻ പോലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞോട് നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ. അപ്പൊ മത്സരിക്കണം ഇതിനെ പോരാടണം എന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നെ അടുത്ത് വന്ന് പറയുന്നുണ്ട്.
അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞ അന്നോടാക്കാം ഞാനൊരു 25,000 ഉറുപ്പ ഉണ്ടായിത്തരാം, ഞാൻ 50,000 ഉണ്ടായിത്തരാം, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഒരു 2 ലക്ഷം ഉണ്ടായിത്തരാം. ആരാ ഈ പാവട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ? നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്, ഈ ഈ ഈ വാർഡിലെ കാര്യം ഞങ്ങളെ ഏറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട, പൈസയും തരണ്ട. മനസ്സിലായോ? അപ്പൊ അതുപോലെ അറിയാം, ആർക്കറിയാം? രണ്ടു കൂട്ടർക്കും അറിയാം അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തള്ളുകയാണ്. ഇവനെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് രണ്ടാമത്തെ ഭാഗം. അപ്പോ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായന. ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയുമല്ലോ. എന്നാലും ജീവനാണ് ഇപ്പൊ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ അല്ല. മനസ്സിലായോ? എന്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ, അപ്പൊ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അന്നൂറാക്ക 3 ബൂത്തിന്റെ കാര്യം ഞങ്ങളെത്തി. ഞങ്ങളെ കൂട്ടത്തിലെ 4 എണ്ണത്തിനെ പുലി കടിച്ചു, ആന ചവിട്ടിക്കൊന്ന്. ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും, ഓല് പോയിക്കോട്ടെ, ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗതി. ഞാൻ എന്ത് ചെയ്യും? 100%. വി.ഡി. സതീശൻ മാത്രമല്ല, ആ വി.ഡി. സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. പി.വി. അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി.വി. അൻവറിന്റെ രാഷ്ട്രീയം, ഈ ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ വിവരം കിട്ടിയ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും. ഞാൻ ഇനി ഇല്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ എനിക്ക് ശേഷിയില്ല. അതുപോലെ തീരുമാനിച്ചോട്ടെ, അതിന്റെ പ്രശ്നമല്ലല്ലോ. താങ്കളുടെ പ്രശ്നം ഇപ്പൊ അതാണ്. ഈ വോട്ട് എന്താവുന്നില്ലേ? ഞാനീ പറഞ്ഞില്ലേ, പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ വീട്ടിലിരിക്കും. ഈ കൊലയിലുണ്ടാവും ഞാൻ, അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണോലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയാ, അവരല്ലേ അന്നും ഇന്നും എന്റെ കൂടെ ഉള്ളൂ. ഓലെടുത്ത് എവിടെയാ പണം? ഒരു ജീവിതത്തില് 2 അറ്റം മുട്ടിക്കാണ്. ഇപ്പൊ സകല നാട്ടിലും പനിയായി, മഴ തുടങ്ങിയിട്ട്. ഓൽക്കൊരു പാരാസെറ്റമോൾ വാങ്ങാൻ ശേഷിയില്ലാക്കുക. എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോലോ. ഞാൻ ഒരു പൈസ ഈ ഗവൺമെന്റ് 9 കൊല്ലത്തിലൊക്കെ വാങ്ങിയിട്ടില്ല. ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ പി.വി. അൻവർ വാങ്ങിയിട്ടില്ല. എനിക്കും കുടുംബം കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വിമാനവും കപ്പലും എന്താ പറയാ കോർപ്പറേറ്റുകളുമുള്ള MP-മാരും MLA-മാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ. ഓലൊക്കെ ചികിത്സക്ക് അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട്. അവിടെ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകും. ഇപ്പൊ ഞാൻ ബേബി പോയി കിടന്നില്ലേ ഒരാഴ്ച മുമ്പ്, നിങ്ങൾക്ക് അറിയാലോ. 77,000 ഉറുപ്പ ഞാൻ ബില്ലടിച്ചിട്ടാ പോകുന്നത്. ഞാൻ റീഇംബേഴ്സ്മെന്റിന് ഇന്ന് വരെ വെല്ലുവിളിക്കുക കൊണ്ടിട്ട കണക്കുണ്ടോന്ന്. മറ്റോലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്കയിൽ പോയിട്ട് പരിശോധിക്കണം അല്ലേ? ആരാ പോണ്? വിമാനമുണ്ട്, ഓന് കപ്പലുണ്ട്, സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാ. അത് ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട. അതെന്നെ വ്യത്യാസം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഏത് മുതലാളി എന്റെ കൂടെ? അതിന് വേറെ തന്തൊക്കെ എനിക്കണം. മനസ്സിലായില്ലേ? ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ്. അത് ഇവിടെ നിൽക്കാണ്. ആ പിണറായിസത്തോട് കൂട്ടിക്കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ല പോരാട്ടം ഇനി ഉണ്ടാവുക. മലയാളമല്ല മാഷെ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ഈ ഫോണിൽ അയച്ചു വിടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുക. ഓക്കെ, ഇല്ലല്ല, അവസാനിച്ചു. എനിക്കിനി ഒന്നും പറയാനൊക്കെ പറഞ്ഞു.
സുപ്രധാന തീരുമാനമെടുത്തിരിക്കുകയാണ്. UDF-ലേക്ക് താൻ ഇല്ല എന്നാണ് മാധ്യമങ്ങളോട് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. താൻ മത്സരിക്കാനില്ല, മത്സരിക്കാൻ പണമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകളിൽ UDF-മായി നടന്ന ചർച്ചകളിൽ കൃത്യത വന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. UDF-ലെ ചിലർക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്നും VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് താനില്ല എന്നും ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് PV അൻവർ. പിണറായി സത്തിനെതിരെ കടുത്ത തീരുമാനമാണ് നിലവിലെടുത്തിരിക്കുന്നത്. താൻ പൊരുതും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം M സ്വരാജിനെതിരെയും കടുത്ത നിലപാടുകളാണ് എടുത്തത്. ഒരു പ്രശ്നങ്ങളിലും M സ്വരാജ് ഇടപെടില്ല എന്നും പ്രളയത്തിൽ എവിടെയെങ്കിലും M സ്വരാജിന്റെ ഫോട്ടോ പോലും കണ്ടില്ല എന്നും